നെക്സ്റ്റ് വരുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. നമ്മൾ ഫസ്റ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂ പറഞ്ഞു, ഇനി അടുത്തത് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂവിന് ആ പേര് വരാൻ കാരണം തന്നെ എന്താണ്, ഇറ്റ് ലിങ്ക്സ് ആൻഡ് സപ്പോർട്ട് അതർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഓഫ് ദ ബോഡി. ലിങ്കിങ് ആൻഡ് സപ്പോർട്ടിങ് അതർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്, അതാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പേര് വരാൻ കാരണം. ഇറ്റ് ഈസ് എ മോസ്റ്റ് അബണ്ടൻറ്റ് ആൻഡ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ബോഡി ഓഫ് കോംപ്ലക്സ് ആനിമൽസ്. അതായത് നമ്മളെപ്പോലുള്ള ആനിമൽസിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് കാണുന്ന, വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ധാരാളമായിട്ട് കാണുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. അതിന് ധാരാളം ഫങ്ഷൻസ് ഉണ്ട്. പാക്കിംഗ്, സപ്പോർട്ടിങ്, ബൈൻഡിങ്, കണക്റ്റിംഗ്, ഇങ്ങനെ കണക്റ്റിംഗ് ഡിഫറെൻറ്റ് പാർട്സ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പേര് വന്നത്. ഇനി ബ്ലഡ് ഒഴിച്ച് ബാക്കിയുള്ള കണക്റ്റീവ് ടിഷ്യൂസിൻ്റെയൊക്കെ സെൽസ് ഇങ്ങനെ ഫൈബേഴ്സ് പോലുള്ള പ്രോട്ടീൻസിന് ഉണ്ടാക്കും. ആ പ്രോട്ടീൻസിൻ്റെ പേരാണ് കൊളാജൻ അല്ലെങ്കിൽ ഇലാസ്റ്റിൻ എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇലാസ്റ്റിസിറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. ടിഷ്യൂവിന് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന സ്ട്രക്ചേഴ്സാണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ. ആ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മാട്രിക്സ് ജെല്ല് പോലെ ആയിരിക്കും, ഒന്നുമില്ല ജെല്ല് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ അത് ഈ കണക്റ്റീവ് ടിഷ്യൂ ഫൈബേഴ്സും ബ്ലഡ് ഒഴിച്ച് ഇൻ ഓൾ കണക്റ്റീവ് ടിഷ്യൂസ് എക്സെപ്റ്റ് ബ്ലഡ് ദ ലിവിങ് സെൽ സെക്രീറ്റ് ബോത്ത് ഫൈബേഴ്സ് ആൻഡ് മാട്രിക്സ്. മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ജെലി ലൈക്ക് സബ്സ്റ്റൻസിനാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ സെൽസും ഉണ്ടാവും. അതാണ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ളതും ഉണ്ടാവും. സെൽസ് എന്നുണ്ടാവും, കുറേ ഫൈബേഴ്സും ഉണ്ടാക്കും, അതുപോലെ അതിൻ്റെ ഉള്ളിൽ സെൽസും ഉണ്ടാക്കും, മാട്രിക്സും ഉണ്ടാവും. ഇനി ഈ ഫൈബേഴ്സ് സ്ട്രെങ്ത് കൊടുക്കുന്നു, ഇലാസ്റ്റിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ടു ദ ടിഷ്യൂസ്. ദീസ് സെൽസ് ഓൾസോ സെക്രീറ്റ് മോഡിഫൈഡ് പോളിസാക്കറൈഡ്സ്. ഈ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഉള്ളിലുള്ള സെൽസ് മോഡിഫൈഡ് ആയിട്ടുള്ള പോളിസാക്കറൈഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർച്ചിൽ വരുന്നതാണ് പോളിസാക്കറൈഡ്. which accumulate between the cells and fibers and acts as matrix. അപ്പോൾ എന്തിനെയൊക്കെ സെക്രീറ്റ് ചെയ്യും? പോളിസാക്കറൈഡിനെ സെക്രീറ്റ് ചെയ്യും, അതിനെയാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊളാജനെയും ഇലാസ്റ്റിൻ പോലെയുള്ള ഫൈബേഴ്സിനെയും സെക്രീറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ്. അത് മോസ്റ്റ് വൈഡ്ലി ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് അബണ്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ, അബണ്ടൻ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അതുപോലെ ഇത് മെയിനായിട്ടും രണ്ട് ലിവിങ് സെൽസ്, ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡ് ഒഴിച്ചുള്ള കണക്റ്റീവ് ടിഷ്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് മേജർ കമ്പോണൻസ് ആണ്. ഒന്ന് ഫൈബേഴ്സ്, കൊളാജൻ അല്ലെങ്കിൽ ഇലാസ്റ്റിൻ ഫൈബേഴ്സ്. കൊളാജൻ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിൻ എന്നൊക്കെ പറയുന്ന സബ്സ്റ്റൻസാണ്. ആ സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഫൈബേഴ്സ്. അതുകൂടാണ്ട് ഉണ്ടാക്കുന്നതാണ് പോളിസാക്കറൈഡ്സ് കൊണ്ടുള്ള മാട്രിക്സ്. മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി പോലെയുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും സെക്രീറ്റ് ചെയ്യുന്നത് ഈ കണക്റ്റീവ് ടിഷ്യൂലുള്ള സെൽസാണ്, എക്സെപ്റ്റ് ബ്ലഡ്. ഓക്കെ. ഇനി കണക്റ്റീവ് ടിഷ്യൂസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 types. 3 ടൈപ്പ് ഉണ്ട്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി ഫസ്റ്റ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ that are cells and fibers loosely arranged. As the name indicates, the cells and fibers, സെൽസും ഉണ്ട്, ആ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഫൈബേഴ്സും മാട്രിക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സെൽസും ഫൈബേഴ്സും ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്? പക്ഷേ നമ്മൾ എപ്പിത്തീലിയൽ സെൽസിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ സെൽസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഫൈബർ, മാട്രിക്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ സെൽസ് അടുക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് ആ സെൽസും ഉണ്ട്, അതിനിടയ്ക്കുള്ള മാട്രിക്സ്, ഇൻറ്റർ സെല്ലാർ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലാർ എന്ന് പറയുന്ന മാട്രിക്സും കൂടെ കൂടിയതാണ് ഇവിടെ ആ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അവിടെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ ഫൈബേഴ്സും സെൽസും ഒക്കെ ലൂസ്ലി പാക്ഡ് ആണ്. പിന്നെ സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. ആ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും. അതിൽ സെൽസും ഫൈബേഴ്സും ഒക്കെ ലൂസ്ലി പാക്ഡ് ആയിരിക്കും. ഇനി മേജറായിട്ട് കാണുന്ന രണ്ട് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ് ഏരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ. ഏരിയോളാർ ടിഷ്യൂ, അഡിപ്പോസ് ടിഷ്യൂ രണ്ടും സ്കിന്നിൻ്റെ താഴെ കാണുന്നതാണ്. ഏരിയോളാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂവും സ്കിന്നിൻ്റെ താഴെ കാണുന്നതാണ്. അപ്പോൾ ഏരിയോളാർ ടിഷ്യൂയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫ്രെയിം വർക്കാണ്. എപ്പിത്തീലിയം ഉണ്ടല്ലോ, എപ്പിത്തീലിയത്തിന് താഴെ അതിന് സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്രെയിം കൊടുക്കുന്ന
അതിന് ഫ്രെയിം കൊടുക്കുന്ന സ്ട്രക്ചേഴ്സാണ് എന്ത് ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജസ്, മാസ് സെൽസ് അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് അതിൽ ധാരാളം സെൽസ് ഉണ്ട്. അതിൻ്റെ ചില സെൽസാണ് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ നമുക്ക് ഡയഗ്രത്തിൽ കാണാം. ഒരു സ്റ്റെല്ലാർ അപ്പിയറൻസ് ഒക്കെയുള്ള ഇലോങ്ങേറ്റഡ് സെൽസ്, അങ്ങനെ കൃത്യമായിട്ടൊരു ഷേപ്പ് പറയാൻ പറ്റില്ല, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ഒക്കെ ഉള്ള സെൽസാണ് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ മാക്രോഫേജസ്, അതും വലിയ സെൽസാണ്. മാക്രോഫേജസ് ഉണ്ടാവും, മാസ്റ്റ് സെൽസ് ഉണ്ടാവും. ഇതൊക്കെ കൂടിയതാണ്. അത് കൂടാണ്ട് എന്തുണ്ടാവും, കൊളാജൻ, ഇലാസ്റ്റിൻ, ഫൈബേഴ്സും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കൂടിയതാണ് ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്രോഫേജസിൻ്റെയും മാസ് സെൽസിൻ്റെയും ഒക്കെ ഫംഗ്ഷൻ ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ ഡിഫെൻസ്. ബോഡിയുടെ ഡിഫെൻസ് മെക്കാനിസത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോളുള്ളതാണ് ആർക്ക്, ഈ പറയുന്ന മാക്രോഫേജ് അല്ലെങ്കിൽ ഫൈബ്രോബ്ലാസ്റ്റിനൊക്കെ. ഫൈബ്രോബ്ലാസ്റ്റിലെ മാക്രോഫേജ്, മാസ് സെൽസിനൊക്കെ. അപ്പോൾ ഡിഫെൻസിന് സഹായിക്കുന്ന ടിഷ്യൂ ആണ് ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഏരിയോളാർ ടിഷ്യൂ ഡിഫെൻസിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഇഞ്ചുറി നടന്നു കഴിഞ്ഞാൽ റിപ്പയറിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ മാസ് സെൽസിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ എന്താ പറയുക, ആൻറ്റി ഹിസ്റ്റമിൻ പോലെയുള്ള ഹിസ്റ്റമിൻ, ഹെപ്പാരിൻ പോലെയുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ട്. ആ സബ്സ്റ്റൻസ് ഒക്കെ അലർജിക് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല സാധനങ്ങളും അലർജി ക്രിയേറ്റ് ചെയ്യില്ലേ, എക്സ്റ്റേണൽ ഏജൻസ്. ആ അലർജി ഉണ്ടാകുമ്പോൾ നമുക്ക് ഇച്ചിങ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ മാസ് സെൽസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു അലർജൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയായിട്ട് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലുള്ള മാസ് സെൽസ് ഇല്ലേ, ഈ മാസ് സെൽസ് ഈ പറയുന്ന അലർജിക് ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിന് എതിരായിട്ട് ചില ഹിസ്റ്റമീൻ പോലെയുള്ള അല്ലെങ്കിൽ ഹെപ്പാരിൻ പോലെയുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ മാസ് സെൽസ് ഉള്ളത് കൊണ്ട് ഏരിയോളാർ ടിഷ്യൂ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ അലർജിക് റിയാക്ഷൻസ്. അലർജിക് റിയാക്ഷൻ, ഡിഫെൻസ് മെക്കാനിസം, ജനറൽ ഡിഫെൻസ് മെക്കാനിസം, അതുപോലെ തന്നെ റിപ്പയർ, ഇതിനൊക്കെ സഹായിക്കുന്ന ടിഷ്യൂ ആണ് ഏരിയോളാർ ടിഷ്യൂ. ഓക്കെ, ഏരിയോളാർ ടിഷ്യൂ ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ്. ഏരിയോളാർ ടിഷ്യൂവിൽ, കണക്റ്റീവ് ടിഷ്യൂവിൽ മൊത്തത്തിൽ എന്തൊക്കെയുണ്ട്, അതിൽ ഇലാസ്റ്റിൻ അല്ലെങ്കിൽ കൊളാജിൻ ഫൈബേഴ്സ് ഉണ്ടാവും, പിന്നെ സെൽസ് ഉണ്ടാവും, മാട്രിക്സ് ഉണ്ടാവും. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ് ഏരിയോളാർ ടിഷ്യൂ. അടുത്താണ് അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂവും സ്കിന്നിൻ്റെ താഴെ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ, അഡിപ്പോസ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് അറിയാം, മെയിൻ ഫങ്ഷൻ ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റാണ്. ഇതാ നമുക്ക് ഡയഗ്രാം കണ്ടാൽ തന്നെ അറിയാം. ഇതൊരു സെല്ലാണെങ്കിൽ അതിലൊരു മേജർ ഏരിയ എന്തിനു വേണ്ടിയിട്ടാണ്, ഫാറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. ഫാറ്റ് സ്റ്റോറേജിന് സഹായിക്കുന്ന സ്കിന്നിൻ്റെ താഴെയുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിന് പറയുന്ന പേരാണ് അഡിപ്പോസ് സെൽസ്, അഡിപ്പോസൈറ്റ്സ്. അതിൻ്റെ അഡിപ്പോസൈറ്റ്സിൻ്റെ അഗ്രിഗേഷനാണ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ന്യൂട്രിയൻസ് ഇല്ലേ, ഇപ്പോൾ സ്റ്റാർച്ചൊക്കെ നമ്മൾ എക്സസ് ആയിട്ട് എടുക്കുമ്പോൾ അത് നമുക്ക് അപ്പം ആവശ്യം ഉണ്ടാവില്ല, ഇമ്മീഡിയറ്റ് യൂസിന് ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ കാശൊക്കെ കിട്ടിയാൽ നമ്മൾ ഭാവിയിലേക്ക് എടുത്ത് വെക്കില്ലേ, അതുപോലെ സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് മാറ്റിയിട്ട് ഫ്യൂച്ചർ യൂസിന് വേണ്ടി സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസാണ് അഡിപ്പോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡിപ്പോസൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ഫാറ്റ് സ്റ്റോറേജ്. ഈ ഫാറ്റ് സ്റ്റോറേജ് കൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഒരു എനർജി സോഴ്സായിട്ട് ഫാറ്റിനെ ഉപയോഗിക്കാം. തന്നെയല്ല, അതൊരു ഇൻസുലേഷനാണ്. അതായത് ഹീറ്റ്, നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് ഒന്നും പുറത്തേക്ക് എമിറ്റ് ചെയ്ത് പോകാതിരിക്കാൻ ഒരു ഹീറ്റിനെ പ്രിസർവ് ചെയ്ത് വയ്ക്കുന്ന, തേർമൽ ഇൻസുലേഷനായിട്ട് ആക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെൽസാണ് അഡിപ്പോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ആക്ട്സ് എന്താ പറയുക, ഷോക്ക് അബ്സോർബർ. ഇപ്പോൾ ഫാറ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് ചെറിയ എക്സ്റ്റേണൽ ഷോക്കിനെയൊക്കെ ഈ ഫാറ്റി ആയിട്ടുള്ള ലെയറില്ലേ, അഡിപ്പോസ് ടിഷ്യൂ അബ്സോർബ് ചെയ്തെടുക്കും. അതും ഇതിൻ്റെ അഡിപ്പോസൈറ്റ്സിൻ്റെ ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നത്. ഏതൊക്കെയാണ്, ഏരിയോളാർ ടിഷ്യൂ, അതുപോലെ തന്നെ അഡിപ്പോസ് ടിഷ്യൂ. ഇനി അടുത്ത കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ പറയാനുള്ളത്, അതിൽ ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ കോമ്പാക്ട്ലി പാക്ഡ്.
നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ ഏരിയോളാർ ടിഷ്യൂവിൻ്റെ ഒക്കെ പടം കണ്ടാൽ തന്നെ അറിയാം, ഇതിൽ കോമ്പാക്ട് പാക്കിംഗ് ഉണ്ടോ? ഇല്ല, അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ദ ഫൈബേഴ്സ്, കൊളാജൻ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഇല്ലേ, ഫൈബേഴ്സും ഫൈബ്രോബ്ലാസ്റ്റും ഒക്കെ ഡെൻസ്ലി അല്ലെങ്കിൽ കോമ്പാക്ട്ലി പാക്ഡ് ആണ്. അത് എങ്ങനെയാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച്, ആ ഫൈബേഴ്സിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്നും ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്നും ഡിവൈഡ് ചെയ്യും. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊളാജൻ ഫൈബേഴ്സ് നല്ല കറക്റ്റായിട്ട് റോ ആയിട്ടാണ് ഇരിക്കുന്നത്. കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ റോസ് ബിറ്റ്വീൻ മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. അതായത് കണ്ടില്ലേ, ഇതിങ്ങനെ കറക്റ്റായിട്ട് റോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ്, അതുപോലെ തന്നെ ഒരു ഡെഫിനിറ്റ് അറേഞ്ച്മെൻറ്റ് കാണിക്കും. അതാണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂലെ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. കൊളാജൻ ഫൈബേഴ്സ് ധാരാളം ഉണ്ടാവും, അവർ റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അവരുടെ ഫംഗ്ഷൻ. ഈ ഡെൻസ് അല്ലെങ്കിൽ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ സാധാരണ അപ്പോൾ ഇതാണ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. അത് പാരലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഒരു സെയിം പ്ലെയിനിലായിരിക്കും ഈ പറയുന്ന ഫൈബേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിടാം. സെയിം പ്ലെയിനിൽ, നേരത്തെ കാണിച്ച പോലെ സെയിം പ്ലെയിനിൽ ഇങ്ങനെ റോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. അതിൻ്റെ എക്സാമ്പിൾ ടെൻഡൻ, ലിഗമെൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ടെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കെലിറ്റൽ മസിലിനെ ബോണിനോട് അസോസിയേറ്റ് ചെയ്ത മസിൽസാണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. ആ സ്കെലിറ്റൽ മസിലാണ് ബോണിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ സഹായിക്കുന്നത്. ആ സ്കെലിറ്റൽ മസിലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ സ്കെലിറ്റൽ മസിലും ബോണും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ടെൻഡൻസ്. ഇനി ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോൺസിനെ തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് ലിഗമെൻറ്റ്സ്. ഇതെപ്പോഴും തിരിഞ്ഞു പോകും കേട്ടോ. ടെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലും ബോണും, അതേസമയം ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണും. ഓക്കെ, ഇവിടെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ഫൈബേഴ്സൊക്കെ നല്ല പാരലായിട്ട് കറക്റ്റായിട്ട് റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തതായിരിക്കും.